ഗൈസ്, ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ ആഗ്രഹം നിറവേറ്റാൻ പോവാ കേട്ടോ. പക്ഷെ ഇങ്ങനെയൊന്നും പോകണമെന്നല്ല ഞങ്ങൾ ആഗ്രഹിച്ചിരുന്നത്. ഫാമിലി ആയിട്ട് എല്ലാവരും സന്തോഷമായിട്ട് ഒത്തുപോയിട്ട് വരണമെന്ന് ആഗ്രഹിച്ചത്. പക്ഷെ അതിനൊന്നും പറ്റിയില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞങ്ങൾ 3 ആളും പോകുന്നത് കേട്ടോ. ഞാൻ പോവുകയാണ്. എവിടെയാണ് എന്തിനാണെന്നൊക്കെ പറഞ്ഞുതരാം. അപ്പൊ നമ്മുടെ അനാമിക വിഷ്ണു ആണ് വിഷയം. അനാമികയും ഭർത്താവിന്റെ അമ്മയായിട്ടുള്ള ഗിരിജയും തമ്മിൽ തെറ്റിപ്പിരിഞ്ഞു എന്നൊക്കെയാണ് കേൾക്കുന്നത്. ഇത് ഞാൻ പറഞ്ഞുണ്ടാക്കിയല്ലോ കേട്ടോ. അമ്മയുമായി തെറ്റിപ്പിരിഞ്ഞു എന്നുള്ള തരത്തിൽ സൂചനകൾ തന്നിരിക്കുന്നത് അനാമിക തന്നെയാണ്. അതിനിപ്പോ എന്താ, അവര് തെറ്റിപ്പിരിയെ തല്ലിപ്പിരിയെ എന്താന്ന് വെച്ചാൽ ആയിക്കോട്ടെ. അതൊക്കെ എന്തിനാ എവിടെ വന്ന് പറയുന്നത് എന്ന് വീഡിയോ കാണുന്ന ചിലരെങ്കിലും ചിന്തിക്കുന്നുണ്ടാകും അല്ലെ? അതിനുള്ള മറുപടി ഞാൻ പറയാം. അതിനു മുമ്പ് ആരാണ് ഈ അനാമിക, ആരാണ് ഈ ഗിരിജ എന്നറിയാത്ത ആളുകൾ ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഞാൻ ആ കാര്യങ്ങൾ വ്യക്തമാക്കി തരാം. ഈ ജീവമാതാ കാരുണ്യ ഭവൻ എന്ന് കേൾക്കാത്ത ആളുകൾ ചുരുക്കമാണെന്ന് കരുതുന്നു. ഈ പറയുന്ന ജീവമാതാ കാരുണ്യ ഭവൻ എന്ന് പറയുന്നത് ഒരു അനാഥ മന്ദിരമാണ്. വയസ്സായ ആളുകളും അനാഥരായ കുട്ടികളും എല്ലാം താമസിക്കുന്ന ഒരു അനാഥ മന്ദിരം. ഈ അനാഥാലയത്തിന്റെ നടത്തിപ്പുകാരിയാണ് ഈ പറയുന്ന ഗിരിജ എന്ന് പറയുന്ന സ്ത്രീ. വെറും ഗിരിജയല്ല, ഉദയഗിരിജ. ഈ ഉദയഗിരിജ നടത്തുന്ന ജീവമാതാ കാരുണ്യ ഭവൻ എന്ന് പറയുന്ന അനാഥാലയത്തിലെ ഒരു അന്തേവാസിയായിരുന്നു നമ്മുടെ അനാമിക എന്ന് പറയുന്ന പെൺകുട്ടി. അനാമികയുടേത് ചെറുപ്പത്തിൽ തന്നെ അച്ഛനും അമ്മയും തമ്മിൽ വേർപിരിഞ്ഞു. ശേഷം അച്ഛൻ അനാമികയെ ഉപേക്ഷിച്ചു പോയി. അമ്മയാണെങ്കിൽ വേറെ കല്യാണം കഴിച്ചു. പിന്നീട് വലിയ കുഴപ്പമൊന്നുമില്ലാത്ത ജീവിതം മുന്നോട്ട് പോകുന്നു. അതിനിടയിൽ അമ്മയുടെ ജീവിതത്തിലേക്ക് കുടുംബക്കാരനായിട്ടുള്ള ഒരു പുരുഷൻ കടന്നു വരുന്നു. അവർക്കിടയിൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ നടക്കുന്നു. അധികം വൈകാതെ തന്നെ അനാമികയുടെ അമ്മ തൂങ്ങി മരിക്കുന്നു. വീട്ടിന്റെ ഉത്തരത്തിൽ തൂങ്ങി നിൽക്കുന്ന അമ്മയെ നേരിട്ട് കണ്ടതിന്റെ ഷോക്ക് ഇപ്പോഴും അനാമികയെ വിട്ടുപോയിട്ടില്ല. അങ്ങനെ അച്ഛൻ ഉപേക്ഷിച്ചു പോയി, അമ്മ മരിച്ചു. അങ്ങനെ പിന്നീട് കുറച്ചു കാലം അമ്മാമ്മയുടെ കൂടെ ആയിരുന്നു അനാമികയുടെ ജീവിതം. അധികം വൈകാതെ അമ്മാമ്മയും അസുഖബാധിതയായി. അങ്ങനെ തീർത്തും ഒറ്റപ്പെട്ട് നിൽക്കുമ്പോഴാണ് അനാമിക ജീവമാതാ കാരുണ്യ ഭവനിൽ എത്തുന്നത്. അവിടെ വെച്ചാണ് അനാമിക വിഷ്ണു എന്ന് പറയുന്ന ആളെ പരിചയപ്പെടുന്നത്. വിഷ്ണു എന്ന് പറയുന്നത് മറ്റാരുമല്ല, അനാഥാലയത്തിന്റെ നടത്തിപ്പുകാരിയായിട്ടുള്ള ഉദയഗിരിജയുടെ മകനാണ്. എനിവേ, അങ്ങനെ അനാമികയും വിഷ്ണു തമ്മിൽ പ്രണയത്തിലായി. അധികം വൈകാതെ തന്നെ കല്യാണവും നടന്നു. അനാഥാലയത്തിലെ നടത്തിപ്പുകാരുടെ മകനും ആ അനാഥാലയത്തിലെ അന്തേവാസിയായിട്ടുള്ള ഒരു പെൺകുട്ടിയും തമ്മിൽ കല്യാണം കഴിച്ചു എന്നത് വലിയ വാർത്തയായി മാറി. ആരോരും ഇല്ലാത്തൊരു പെൺകുട്ടിക്ക് സ്വന്തം മകനെ തന്നെ കൈപിടിച്ചു കൊടുക്കാൻ തയ്യാറായ ഉദയഗിരിജയെ മാലോകർ വാനോളം വാഴ്ത്തി. ജീവമാതാ കാരുണ്യ ഭവനും ഉദയഗിരിജയും അനാമിക വിഷ്ണുവും ഒക്കെ ജനങ്ങൾക്കിടയിൽ ആദ്യമായി അറിയപ്പെട്ടു തുടങ്ങുന്നത് ഈ വിവാഹത്തോടെയാണ്. അങ്ങനെ വിവാഹം കഴിഞ്ഞു. അനാമികക്ക് കൃത്യം 18 വയസ്സ് തികഞ്ഞ ഉടനെയാണ് ഈ കല്യാണം കഴിഞ്ഞതെന്ന് എല്ലാവരും നോട്ട് ചെയ്ത് വെക്കണേ. അങ്ങനെ വിവാഹത്തിന് ശേഷം അനാമികയും വിഷ്ണുവും ഒരു യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങി. യൂട്യൂബ് ചാനൽ വഴി അവരുടെ വിശേഷങ്ങൾ പങ്കുവെക്കാൻ തുടങ്ങി. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് പെട്ടെന്നൊരു ദിവസം അനാമിക പ്രസവിക്കുന്നത്. കല്യാണം കഴിഞ്ഞ് വെറും 7 മാസം ആയപ്പോഴേക്കും അനാമിക പ്രസവിച്ചിരുന്നു. മാസം തികയാതെ പ്രസവിച്ചതായിരിക്കുമെന്നാണ് ആളുകൾ ആദ്യം കരുതിയിരുന്നത്. എന്നാൽ അങ്ങനെ ആയിരുന്നില്ല. പൂർണ്ണ ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെ തന്നെയായിരുന്നു അനാമിക പ്രസവിച്ചിരുന്നത്. അതോടെ ആളുകൾക്ക് ഒരു കാര്യം മനസ്സിലായി. അതായത് കല്യാണം കഴിഞ്ഞ സമയത്ത് അനാമിക പ്രഗ്നന്റ് ആയിരുന്നു എന്നുള്ള സത്യം ആളുകൾ തിരിച്ചറിഞ്ഞു. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അനാമിക കൃത്യം 18 തികയുമ്പോഴാണ് ഇവരുടെ കല്യാണം നടക്കുന്നത്. സോ കല്യാണത്തിന് മുമ്പേ തന്നെ അനാമിക ഗർഭിണി ആയിരുന്നു എന്ന് പറയുമ്പോൾ പ്രായപൂർത്തിയാകാത്ത സമയത്താണ് അനാമികയും വിഷ്ണുവും തമ്മിലുള്ള ലൈംഗിക ബന്ധം നടന്നത് എന്നർത്ഥം. സംഭവം ബോക്സോയാണ്. അതും അനാഥാലയത്തിലുള്ള ഒരു പെൺകുട്ടിയെ അനാഥാലയത്തിന്റെ നടത്തിപ്പുകാരുടെ മകൻ തന്നെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കി എന്ന് പറയുമ്പോൾ അത് ഗുരുതരമായിട്ടുള്ള ഒരു പ്രശ്നം തന്നെയാണ്. സോ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവാതിരിക്കാൻ വേണ്ടി തന്നെയാണ് അനാമികക്ക് 18 തികഞ്ഞ ഉടനെ തന്നെ ഉദയഗിരിജ സ്വന്തം മകനെ കൊണ്ട് അവളെ വിവാഹം കഴിപ്പിച്ചത്. അതായത് ആകെ പെട്ടുപോയത് കൊണ്ട് മാത്രമാണ് ഒരു അനാഥ പെൺകുട്ടിയെ കൊണ്ട് ഉദയഗിരിജ തന്റെ മകനെ കല്യാണം കഴിപ്പിക്കാൻ തയ്യാറായതെന്ന് സാരം. ഈ സത്യം ആളുകൾ തിരിച്ചറിഞ്ഞു. സംഭവം വലിയ വിവാദമായി മാറി. അതോടെ പുതിയ പുതിയ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ തുടങ്ങി. ജീവമാതാ കാരുണ്യ ഭവനുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിവാദങ്ങൾ പുറത്തു വരാൻ തുടങ്ങി. മുമ്പ് അവിടെ ജോലി ചെയ്തിരുന്നവരും അന്തേവാസികളും അയൽവാസികളും എല്ലാം ഈ അനാഥാലയത്തിൽ നടക്കുന്ന പലവിധ പ്രശ്നങ്ങളും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് രംഗത്ത് വരാൻ തുടങ്ങി. അന്തേവാസികളെ ചൂഷണം ചെയ്യുന്നു, അവരെ പട്ടിണിക്കിടുന്നു, അവരോട് രൂക്ഷമായി പെരുമാറുന്നു. ഉദയഗിരിജയെ കാണാൻ രാത്രിയിൽ അവിടെ പുരുഷന്മാർ വരുന്നു. അങ്ങനെ ഒരുപാട് ആരോപണങ്ങൾ ഉയർന്നു വന്നു. മാത്രമല്ല അനാമികയുടെയും വിഷ്ണുവിന്റെയും കല്യാണത്തിന്റെ തലേ ദിവസം അവരുടെ വീട്ടിൽ ചില പ്രശ്നങ്ങൾ നടന്നുവെന്നും അങ്ങനെ അനാമിക അവിടെ നിന്നും ഇറങ്ങി ഓടി പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുത്തു എന്നുമൊക്കെയുള്ള കാര്യങ്ങൾ പുറത്തു വരാൻ തുടങ്ങി. അതോടെ ഇതുവരെ ആളുകൾക്കിടയിൽ ഒരു നന്മമരം ഇമേജ് ഉണ്ടായിരുന്ന ഉദയഗിരിജ ആളുകൾക്കിടയിൽ ഒരു വില്ലത്തിയായി മാറി. അങ്ങനെ ഈ പ്രശ്നങ്ങളൊക്കെ വലിയ വിവാദമായി മാറിയതോടെ തൽക്കാലം ഈ അനാഥാലയത്തിന്റെ നടത്തിപ്പ് സർക്കാർ വേറെ ആൾക്കാരെ ഏൽപ്പിച്ചു. അതിനിടയിൽ ഉദയഗിരിജയും മകനും ഒളിവിൽ പോയി. എന്നാൽ അധികം വൈകാതെ തന്നെ ഈ വിവാദങ്ങളെല്ലാം കെട്ടടങ്ങുന്നതാണ് പിന്നീട് നമ്മൾ കണ്ടത്. വലിയ പിടിപാടുള്ള സ്ത്രീയാണ് ഈ ഉദയഗിരിജ എന്നാണ് പറയപ്പെടുന്നത്. ഈ പിടിപാടുകൾ വെച്ച് ഇവരെല്ലാത്തിൽ നിന്നും ഊരിപ്പോന്നു. അനാഥാലയത്തിന്റെ നടത്തിപ്പ് വീണ്ടും അവരുടെ കൈകളിൽ തന്നെ എത്തിച്ചേർന്നു. അതിനിടയിൽ ഉദയഗിരിജയുടെ 2ാം വിവാഹവും നടന്നു. തന്നെക്കാളും പ്രായം കുറഞ്ഞ ഒരാളെയാണ് ഗിരിജ കല്യാണം കഴിച്ചത്. എന്തായാലും ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായപ്പോഴേക്കും എല്ലാവരും മുറ്റു നോക്കിയിരുന്നത് അനാമികക്ക് എന്താണ് പറയാനുള്ളത് എന്നായിരുന്നു. എന്നാൽ അനാമിക ആ സമയങ്ങളിലെല്ലാം ഗിരിജയെ സപ്പോർട്ട് ചെയ്തുകൊണ്ടായിരുന്നു വീഡിയോകൾ ചെയ്തിരുന്നത്. ഗിരിജ എനിക്ക് സ്വന്തം അമ്മയെ പോരാണ്, എല്ലാമാണ്. ഗിരിജ ഉള്ളത് കൊണ്ട് മാത്രമാണ് എനിക്ക് ഇങ്ങനെ ഒരു ജീവിതം കിട്ടിയത്. ഗിരിജമ്മ എന്നെ പൊന്നുപോലെ നോക്കുന്നുണ്ട്. എന്റെ മുത്താണ് ഗിരിജമ്മ, എന്റെ സ്വത്താണ് ഗിരിജമ്മ. ഇങ്ങനെ പുട്ടിന് തേങ്ങ ഇടുന്ന പോലെ ഗിരിജയെ പൊക്കി പറഞ്ഞ് വീഡിയോ ചെയ്തായിരുന്നു ആ സമയത്ത് അനാമികയുടെ പ്രധാന പരിപാടി. എന്തിനു പറഞ്ഞു, 2 മാസം മുമ്പേ വരെ ഗിരിജയെയും ജീവമാതാ കാരുണ്യ ഭവനെയും ഒക്കെ പൊക്കി അടിച്ചുകൊണ്ട്
പൊക്കിയെടുത്തുകൊണ്ട് അനാമിക വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ അന്ന് പ്ലേ ചെയ്യാം. പല ഓഫണേജുകളിൽ നിന്ന് ഇങ്ങനെ ഓഫണേജുകളിലായിരുന്നു പിന്നെ ഉള്ള ജീവിതമൊക്കെ. അപ്പോഴും ഈ ഒത്തിരി ആഗ്രഹിച്ചിട്ടുണ്ട് ആരെങ്കിലും വന്ന് കൊണ്ടുപോയിരുന്നെങ്കിൽ, ആരെങ്കിലും വന്ന് നോക്കാമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ എന്ന് ഒത്തിരി ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ എല്ലാവരും പെൺകുട്ടി ആയതുകൊണ്ടും ഒക്കെ ആയതുകൊണ്ടായിരിക്കും ആരും തിരക്കി വന്നിട്ടില്ല, ആരും അന്വേഷിച്ചിട്ടുമില്ല. അല്ലെങ്കിൽ ചില ദിവസമൊക്കെ ഞാൻ അങ്ങനെ ഈ അനാഥാലയത്തിൽ നിൽക്കുന്ന സമയത്ത് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു ആരെങ്കിലും വന്നൊന്ന് പുറത്തോട്ട് കൊണ്ടുപോയിരുന്നെങ്കിൽ, എന്നെ നോക്കിയിരുന്നെങ്കിൽ. പക്ഷെ പെൺകൊച്ചായതുകൊണ്ടായിരിക്കും ആർക്കും ഒരു താല്പര്യമില്ലാത്തത്. അങ്ങനെയാണ് ഞാൻ ജീവമാതയിൽ വരുന്നത്. ജീവമാതയിൽ വന്നു. പിന്നെ സാധാരണ ഇതിന് മുമ്പ് നിന്ന് ഓഫണേജിനെക്കാട്ടി വ്യത്യാസമായിരുന്നു. കാരണം അവിടെ വന്നു നല്ലൊരു അമ്മ, വർഷേച്ചിക്ക് എന്ത് വാങ്ങിയാലും ഞങ്ങൾക്ക് വാങ്ങുക, ഒരു സ്നേഹം തരുന്നുണ്ട്. പിന്നെ അങ്ങോട്ട് എൻ്റെ ലൈഫ് ഇതുവരെ വന്നേക്കാട്ടി ഒത്തിരി സന്തോഷം നിറഞ്ഞതായിട്ട് മാറി. വിഷമങ്ങളെല്ലാം പതുക്കെ പതുക്കെ മാറി തുടങ്ങി. അവിടെ വർഷേച്ചിൻ്റെ ഇടപെടലാവട്ടെ, അമ്മേൻ്റെ ഇടപെടലാവട്ടെ, എല്ലാം കൊണ്ടും എനിക്ക് പതുക്കെ പതുക്കെ എൻ്റെ വിഷമങ്ങളും കാര്യങ്ങളും എല്ലാം മാറി തുടങ്ങി. അവിടെ മെയിനായിട്ട് പറയാനുള്ള വർഷേച്ചിക്ക് എന്ത് വാങ്ങിയാലും അത് ഞങ്ങൾക്കും കൂടെ വാങ്ങുമായിരുന്നു. അപ്പം പിന്നെ അങ്ങോട്ടുള്ള അമ്മേൻ്റെ സ്നേഹവും അതുപോലെ തന്നെ കരുതലും ഒക്കെ. അപ്പം ഞാൻ ആലോചിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ അമ്മ ഇങ്ങനെ ആയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ എൻ്റെ അമ്മ ആയിരുന്നെങ്കിൽ എന്ന് ഞാൻ ഒത്തിരി ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പം എൻ്റെ അമ്മയാണ്. എനിക്ക് നല്ലൊരു ഫാമിലി അമ്മ തന്നു, നല്ലൊരു ഹസ്ബൻഡിനെ തന്നു, നല്ലൊരു മോളെ തന്നു. ഇപ്പം എനിക്കൊരു ഫാമിലി ഉണ്ട്. ഇപ്പം എന്തെങ്കിലും എനിക്ക് വന്നാൽ തന്നെ തിരക്കാൻ ആളുണ്ട്, ചോദിക്കാൻ ആളുണ്ട്. അതൊക്കെ എനിക്ക് ഒത്തിരി സന്തോഷമുള്ള കാര്യം. എൻ്റെ ലൈഫിൽ ഒരിക്കലും ഇങ്ങനൊരു ജീവിതം കിട്ടുമെന്ന് വിചാരിച്ചതല്ലേ. എന്നാലും ഇടയ്ക്കിടയ്ക്ക് അമ്മയെ മിസ് ചെയ്യും. എന്നാലും പിന്നെ അമ്മ ഉള്ളതുകൊണ്ട് അത്യാവശ്യം കുഴപ്പമില്ല, സന്തോഷമായിട്ട് പോകുന്നു. ഈ ജീവമാതയെന്നൊരു സ്ഥാപനം ഇല്ലായിരുന്നേ എനിക്ക് ഇന്ന് ഇങ്ങനെ ഇരുന്ന് സംസാരിക്കാൻ പറ്റത്തില്ലായിരുന്നു. ആ ഒരു കാര്യം എനിക്കറിയായിരുന്നു. ഞാൻ വല്ല മാനസിക രോഗിയോ ഇല്ലെങ്കിൽ എന്തെങ്കിലും ആയി തീർന്നതിനെ. അങ്ങനെ ഒരിക്കലും ഇങ്ങനെ ഇരുന്ന് സംസാരിക്കാൻ പറ്റത്തില്ലായിരുന്നു. ജീവമാത എന്ന് പറയുന്ന ഒരു സ്ഥാപനം, ഉദയഗിരിജി എന്ന് പറയുന്ന ഒരു വ്യക്തിയും ഇല്ലായിരുന്നെങ്കിൽ എനിക്ക് ഒരിക്കലും ഇങ്ങനെ ഇരിക്കാൻ പറ്റത്തില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് എന്തെങ്കിലും പ്രശ്നം വന്നെന്ന് പറഞ്ഞാലും എൻ്റെ കൂടെ നിൽക്കാനും എന്നെ ചേർത്ത് പിടിക്കാനും എൻ്റെ അമ്മ കൂടെ കാണും എന്നെനിക്കിപ്പോൾ ഒരു വിശ്വാസമുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് എൻ്റെ അമ്മയെ മിസ് ചെയ്യുമ്പോൾ ഞാൻ അമ്മേനെ വിളിക്കും, ഇല്ലെങ്കിൽ മെസ്സേജ് അയക്കും, അങ്ങനെയൊക്കെ ചെയ്യും. എന്തായാലും സ്വന്തം ഒരു അമ്മ ഇല്ലാത്തതിൽ ഒരു ചെറിയ സങ്കടമുണ്ട്. എന്നാൽ പോലും എനിക്കിപ്പം സന്തോഷമുള്ള ഒരു ഫാമിലി ആയിട്ടോ സത്യത്തിൽ കിട്ടിയേക്കുന്നത്. നേരത്തെ ഞാൻ സങ്കടപ്പെട്ടേക്കാട്ട് 100 ഇരട്ടി ഞാനിപ്പോൾ സന്തോഷിക്കുന്നുണ്ട്. കേട്ടല്ലോ, എനിക്കിവിടെ നല്ലൊരു അമ്മയാണ് കിട്ടിയത്. ഉദയഗിരിജയ്ക്ക് വർഷ എന്ന് പറഞ്ഞൊരു മകളുണ്ട്. ആ മകൾക്ക് എന്ത് വാങ്ങിയാലും ആ അമ്മ അതെല്ലാം എനിക്ക് വാങ്ങി തരുമായിരുന്നു. അങ്ങനെ ഉദയഗിരിജ പൊക്കിയടിച്ച് കുറെ കാര്യങ്ങൾ അനാമിക പറയുന്നുണ്ട്. അനാമിക വീഡിയോ ചെയ്തിട്ട് വെറും 2 മാസം മാത്രമേ ആയിട്ടുള്ളൂ. 2 മാസം മുമ്പ് ഗിരിജയെ കുറിച്ച് വാ തോരാതെ ഇങ്ങനെ പൊക്കിയടിച്ചുകൊണ്ട് സംസാരിച്ച് ഇതേ അനാമിക തന്നെ 2 ദിവസം മുമ്പ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാനൊന്ന് വായിച്ചുതരാം. അമ്മ എന്ന് പറയുമ്പോൾ സ്വന്തം സന്തോഷത്തിന് വേണ്ടി തെറ്റുകൾ മറച്ചു വെക്കുന്നതല്ല, ഏത് പ്രതിസന്ധിയിലും സ്വന്തം മക്കളുടെ കൂടെ നിൽക്കുന്നതാണ് അമ്മ. ചില വ്യക്തികൾ വന്നു കഴിഞ്ഞാൽ പഴയ സ്നേഹം അഭിനയമായി തോന്നും. ഞാൻ പറഞ്ഞത് ശരിയല്ലേ? ഏത് സ്നേഹമാണ് അഭിനയം, ഏത് സ്നേഹമാണ് സത്യമുള്ളത്, കാലം തെളിയിക്കട്ടെ. ഓക്കെ, അപ്പൊ ഈ ഉദയഗിരിജയും അനാമികയും തമ്മിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് എന്നുള്ളത് ഈ പോസ്റ്റ് വായിക്കുമ്പോൾ തന്നെ വ്യക്തമാണ് അല്ലേ? ഇനി ഈ പോസ്റ്റിന് താഴെ വന്ന ചില കമന്റ്സും അതിന് അനാമിക കൊടുത്ത മറുപടികളും നമുക്കൊന്ന് വായിച്ചു നോക്കാം. ന്യൂ അച്ഛനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഏതച്ഛൻ? അതെന്റെ അച്ഛനല്ല, അമ്മായി അച്ഛൻ. മോളും മരുമോനും സ്റ്റെപ്പ് ഹസും ഈ കൊച്ചിനോട് ഇപ്പോൾ പോരാണെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പൊ അതാണ് പ്രശ്നം. ഉദയഗിരിജയുടെ പുതിയ ഭർത്താവാണ് പ്രശ്നം. അമ്മയ്ക്ക് ഇപ്പൊ എന്നെ വേണ്ട, പുതിയ ഭർത്താവിനെയും മരുമോനെയും ഒക്കെ മതി എന്നൊരു ലൈനിലാണ് അനാമിക സംസാരിക്കുന്നത്. എന്തായാലും ഇനി ഇതിനു മുമ്പ് അനാമിക ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തൊരു 2 പോസ്റ്റും കൂടി ഞാനൊന്ന് വായിച്ചുതരാം. സങ്കടങ്ങളെ പായിക്കുന്ന ഉണ്ണിമോളുടെ മാന്ത്രിക ചിരി. പുതിയ ചില വ്യക്തികൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ പഴയ സ്നേഹങ്ങൾ മറക്കുന്നത് ശരിയല്ല. ദൈവം എന്ന് പറയുന്ന ഒരാൾ മുകളിലുണ്ട്. സത്യങ്ങൾ എന്നായാലും എല്ലാവരും അറിയും. അന്ന് ഈ അഹങ്കാരം കാണിച്ചില്ല. 100% എത്രയൊക്കെ ദ്രോഹിച്ചാലും തള്ളി പറഞ്ഞാലും അവഗണിച്ചാലും ഈ ചിരി എന്നും എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഞാൻ ജീവിതത്തിൽ വിജയിക്കുക തന്നെ ചെയ്യും. ഏത് പ്രതിസന്ധിയിലും ഞങ്ങൾ ഉണ്ണിമോളുടെ ഈ ഒരു ചിരി മതി ഞങ്ങൾക്ക്. എൻ്റെ അമ്മ മരിച്ചു പോകാതിരുന്നുവെങ്കിൽ എന്ന് തോന്നുന്നു. ചില കാര്യങ്ങൾ നേരിടുമ്പോൾ ചില കാര്യങ്ങൾ തുറന്നു പറയാൻ അമ്മ ഉണ്ടായിരുന്നുവെങ്കിൽ എന്ന് ഒത്തിരി ആഗ്രഹിച്ചിരുന്ന നിമിഷങ്ങളാണ് ഇപ്പോൾ എൻ്റെ മുന്നിലൂടെ കടന്നു പോകുന്നത്. ഒരമ്മയുടെയും അച്ഛൻ്റെയും ഒക്കെ സ്നേഹം എനിക്ക് എൻ്റെ ഉണ്ണി അണ്ണൻ തരാൻ ശ്രമിക്കുന്നുണ്ട്. എൻ്റെ കണ്ണ് നിറഞ്ഞാൽ അല്ലെങ്കിൽ എനിക്കൊരു സങ്കടം വന്നു കഴിഞ്ഞാൽ എൻ്റെ ഉണ്ണിക്കണ്ണൻ കണ്ണ് നിറയും. എൻ്റെ ഉണ്ണി അണ്ണൻ എന്നെ കണ്ണ് നിറയാതെ എത്രത്തോളം നോക്കാൻ പറ്റുമോ അത്രത്തോളം എന്നെ ചേർത്ത് പിടിക്കുന്നുണ്ട്. എൻ്റെ ഉണ്ണി അണ്ണൻ എന്നെ എത്രത്തോളം ചേർത്ത് പിടിക്കുമ്പോഴും ഉണ്ണി അണ്ണനെ താങ്ങി നിർത്താൻ എനിക്ക് വീട്ടുകാരോ അമ്മയോ അച്ഛനോ ഉണ്ടായിരുന്നെങ്കിലെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളിൽ ചില വ്യക്തികളെങ്കിലും ഉണ്ണി അണ്ണനെ പറ്റി നെഗറ്റീവ് പറയുമ്പോൾ പ്രതികരിക്കുന്നത് മറ്റൊന്നും കൊണ്ടല്ല. എന്നെ ഈ ഭൂമിയിൽ സ്നേഹിക്കാനും ഇതുപോലെ മനസ്സിലാക്കാനുമുള്ളൊരു വ്യക്തി ഇന്ന് ലോകത്തില്ല. അതുകൊണ്ട് തന്നെ സ്നേഹവും പ്രാർത്ഥനയും എന്നും എനിക്ക് എൻ്റെ ഉണ്ണി അണ്ണനും ഉണ്ണി മോളുടെയും കൂടെ ഉണ്ടാവണം. ഇനി ഈ പോസ്റ്റിന് താഴെ വന്നൊരു കമന്റ് നോക്കാം. ഉണ്ണി അണ്ണൻ്റെ അമ്മയില്ലേ, സപ്പോർട്ടിന് ഇല്ല. എൻ്റെ അമ്മായിയമ്മയായി ഞാൻ മാത്രം കണ്ടാൽ മതിയല്ലോ. മോളെന്ന് പറഞ്ഞാൽ മോളാവില്ലല്ലോ. അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട. ആ അമ്മയുടെ മോനല്ലേ,
അതൊക്കെ മാറി ചിലർ അത് മാറ്റി ദൈവമുണ്ടല്ലോ നോക്കാം. ഓക്കെ, അപ്പൊ അനാമിക തന്നെ അത് നേരിട്ട് പറഞ്ഞു കഴിഞ്ഞു. അമ്മയുമായി തെറ്റി. ഇപ്പൊ അമ്മയുടെ സപ്പോർട്ട് ഇല്ല എന്ന് അനാമിക തന്നെ കമന്റിലൂടെ കൊടുത്ത മറുപടിയിലൂടെ പറയുന്നുണ്ട്. എനിക്ക് ഇതൊക്കെ കാണുമ്പോൾ സത്യം പറയാലോ ഒരു മെച്യൂരിറ്റി ഇല്ലാത്ത കുട്ടിയുടെ ചെയ്തികളായിട്ടാണ് തോന്നുന്നത്. സംഭവം അനാമിക ഒരു അനാഥ കുട്ടിയാണ്. പക്ഷെ ഇപ്പൊ അനാമികക്ക് ഒരു ഭർത്താവും കുഞ്ഞുമൊക്കെയും ഇനിയും അനാഥയാണെന്ന് പറയാൻ കഴിയില്ല. മാത്രവുമല്ല ഭർത്താവിന് അമ്മയായിട്ടുള്ള ഗിരിജയുമായി എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് പരസ്പരം പറഞ്ഞു തീർക്കുക എന്നല്ലാതെ ഇങ്ങനെ ഫേസ്ബുക്കിൽ വന്ന് പോസ്റ്റ് ചെയ്യേണ്ട ആവശ്യം എന്താണ്? ഗിരിജയെ പൊക്കി അടിച്ചുകൊണ്ട് കുറെ വീഡിയോകൾ ചെയ്യും. എനിക്ക് എന്റെ സ്വന്തം അമ്മയെ പോലെയാണ്, എന്നോട് വലിയ സ്നേഹമാണ്, അമ്മയില്ലാത്ത കുറവ് ഞാനിപ്പോൾ അറിയുന്നില്ല എന്നൊക്കെ ഉദയഗിരിജയെ കുറിച്ച് പറഞ്ഞ ആള് തന്നെ ഇപ്പൊ നേരിട്ട് വന്നിട്ട് എനിക്ക് ആരുമില്ല, എന്റെ അമ്മ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോവുകയാണ്. ഗിരിജാമ്മക്ക് എന്നോട് ഇപ്പൊ പഴയ സ്നേഹമൊന്നുമില്ല. പുതിയ ഭർത്താവിനെ കിട്ടിയപ്പോ ഇപ്പൊ അയാളെ മതി എന്നൊക്കെ പറഞ്ഞ് പോസ്റ്റ് ഇടുമ്പോൾ അനാമികയുടെ പക്വതയില്ലായ്മയാണ് ഇവിടെ തെളിഞ്ഞു കാണുന്നത്. ഇവർക്കിടയിൽ എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടായതെന്നൊന്നും നമുക്കറിയില്ല. പക്ഷെ ഗിരിജയെ പുതിയ കല്യാണം കഴിച്ച സ്ഥിതിക്ക് ഭർത്താവിന് കൂടെ തന്നെയല്ലേ കൂടുതൽ സമയം ചെലവഴിക്കുക. അതിനിപ്പോ പുതിയ ആളെ കിട്ടിയപ്പോൾ നമ്മളോട് സ്നേഹമില്ല എന്ന് പറഞ്ഞ് ഫേസ്ബുക്ക് പോസ്റ്റ് ഇടേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളതാണ്. എന്തായാലും പ്രശ്നം കുറച്ച് ഗുരുതരമാണെന്നാണ് തോന്നുന്നത്. എന്നിരുന്നാലും റീസെന്റ് ഈ പറയുന്ന അനാമികയും വിഷ്ണുവും കൂടി തന്റെ കുഞ്ഞിന്റെ മുടി മൊട്ടയടിക്കാൻ വേണ്ടി പഴനിക്ക് പോയിട്ടുണ്ടായിരുന്നു. ഈ പഴനിക്ക് പോയി കുഞ്ഞിന്റെ മുടി മൊട്ടയടിക്കുക എന്ന് പറഞ്ഞാൽ ഒരു ചടങ്ങാണല്ലോ. ആ ചടങ്ങിന് പോലും ഗിരിജയും ഭർത്താവും മകളും മരുമോളും പങ്കെടുത്തിട്ടില്ല. ഒരു വീഡിയോ കണ്ടു നോക്കാം. ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ ആഗ്രഹം നിറവേറ്റാൻ പോവാട്ടോ. പക്ഷെ ഇങ്ങനെയൊന്നും പോകണമെന്നല്ല ഞങ്ങൾ ആഗ്രഹിച്ചിരുന്നത്. ഫാമിലി ആയിട്ട് എല്ലാവരും സന്തോഷമായിട്ട് ഒത്തുപോയിട്ട് വരണമെന്ന് ആഗ്രഹിച്ചത്. പക്ഷെ അതിനൊന്നും പറ്റിയില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞങ്ങൾ 3 ആളും പോകുന്നത് കേട്ടോ. ഞങ്ങൾ പോവുകയാണ്. ഞാൻ പോവുകയാണ്. എവിടെയാണ് എന്തിനാണെന്നൊക്കെ പറഞ്ഞുതരാം. ഓക്കെ, അതാണ്. അപ്പൊ ഫാമിലി ആയിട്ട് എല്ലാവരും കൂടെ പോകണമെന്നാണ് കരുതിയത്. പക്ഷെ അത് സാധിച്ചില്ല എന്നാണ് അനാമിക പറയുന്നത്. അത് മറ്റൊന്നും കൊണ്ടല്ലേ, ഇവർക്കിടയിലുള്ള പ്രശ്നങ്ങൾ കൊണ്ട് തന്നെയാണ്. എന്തായാലും ഇതൊക്കെ കാണുന്ന ആളുകൾ ചോദിക്കുന്നത് ഇങ്ങനെ അനാഥയായിട്ടുള്ള ഒരു പെൺകുട്ടിയെ ഒറ്റപ്പെടുത്താൻ പാടുണ്ടോ എന്നുള്ളതാണ്. അനാഥാലയത്തിൽ എല്ലാവരോടും എനിക്ക് നല്ല സ്നേഹമാണ്, എല്ലാവരും എന്റെ മക്കളെ പോലെയാണെന്ന് പറയുന്ന ഉദയഗിരിജ സ്വന്തം മരുമകളോട് ഇങ്ങനെയാണ് പെരുമാറുന്നത് എന്നാണ് ആളുകൾ ചോദിക്കുന്നത്. എല്ലാവരും പറയുന്ന പോലെ തന്നെ ഉദയഗിരിജ വെറും ഉടായ്പ തന്നെയാണെന്നും പലരും അഭിപ്രായപ്പെടുന്നുണ്ട്. എന്റെ അഭിപ്രായത്തിൽ നമുക്ക് ഇപ്പൊ ഇവിടെ ഒരു ജഡ്ജ്മെന്റിൽ എത്താൻ കഴിയില്ല എന്നുള്ളതാണ്. ഈ അനാമികയും ഗിരിജയും തമ്മിൽ എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ ഉണ്ടായതെന്ന് നമുക്കറിയില്ലല്ലോ. പിന്നെ കുടുംബത്തിൽ ഈ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴേക്കും അതെല്ലാം ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ വന്ന് വെളുമ്പി നാട്ടുകാരെ അറിയിക്കുന്നതിനോടൊന്നും എനിക്കൊട്ടും യോജിപ്പില്ല. എന്തായാലും ഉദയഗിരിജ ഇതിനെല്ലാം മറുപടി ആയിട്ട് വരുമെന്ന് നോക്കാം. കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. എന്താണ് കേട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി കാണാം.